റോബർട്ട് ടിയോസ്കിൻ്റെ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിരുന്നു, റിച്ച് ഡാഡ് പുവർ ഡാഡ്. റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്നതിൽ ഒരു ധനികനായ പിതാവ്, ഒരു പാമരനായ പിതാവ്, അവർ രണ്ടാളും തമ്മിലുള്ള അന്തരമാണ്. അത് നമ്മൾ അതിൽ പഠിക്കണം. അതിൽ എങ്ങനെ ആ ബുക്ക് പഠിച്ചത് കൊണ്ടായിട്ടില്ല. നമ്മളെ എസെൻഷ്യലായിട്ട് നമുക്ക് ഉള്ളിലുള്ള കഴിവുകൾ നമ്മൾ പുറത്തെടുക്കാൻ ഉള്ള രീതിയാണ്. ഇപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾക്കും ഒരു 10ാം ക്ലാസ് മിനിമം ഒരു വിദ്യാഭ്യാസം ഉള്ള ഒരാൾക്കും, അല്ലെങ്കിൽ ഒരു 5-6 വരെ പഠിച്ചാലും അവരുള്ള കഴിവുകൾ അവർ ചിലപ്പോൾ അവർക്ക് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു അറിവ് ഉണ്ടാവാൻ വഴി ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ കൂടുതൽ പഠിച്ചാക്കും ചിലപ്പോൾ വലിയ ജോലികളൊന്നും കണ്ടെത്തിയാലും വലിയ ബിസിനസ് എൻ്റർപ്രൈനർഷിപ്പ് ഒന്നും കണ്ടെത്താൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഒരു റിച്ച് മൈൻഡ് സെറ്റ് ഉണ്ടാവണം എന്നുള്ള, റിച്ച് മൈൻഡ് സെറ്റ് ഉണ്ടാവണം. അതിപ്പോൾ ആരായാലും എന്താണ്, വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളാണെങ്കിലും വിദ്യാഭ്യാസം ഉള്ള ആളുകളാണെങ്കിലും അവരെ മൈൻഡ് സെറ്റ് റിച്ചായിട്ട് വേണം. അതിന് അർത്ഥം എന്താ വെച്ചാൽ ഒരു റിച്ച് മൈൻഡ് സെറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ബിസിനസ് മൈൻഡിലെല്ലാം കാണണം, അല്ലാതെ ഒരിക്കലും ബിസിനസ്മാൻ ആവില്ല. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം, ലോണ് കടമെടുത്തിട്ട് ധനം വാരിക്കൂട്ടുക, ഇൻവെസ്റ്റ് ചെയ്യുക, ഡെപ്പോസിറ്റ് ചെയ്യുക, അതിലൂടെ ധനം ഉണ്ടാക്കുക. നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു ബിസിനസ് എൻ്റർപ്രണർ ഒരു ഷോപ്പ് ഇടുകയാണെങ്കിൽ ഷോപ്പ് ഇടുക, അങ്ങനെയൊക്കെ ചെയ്യുക. ബിസിനസ് ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടാക്കുക, ചെറിയ ചെറിയ കുടിൽ വ്യവസായം, അങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ചെയ്യുക. എന്നതിന് ശേഷം നമ്മൾ വലിയ ഭയങ്കര പണക്കാരൻ തന്നെയാവും. അല്ലാതെ അതിൽ അർത്ഥങ്ങളൊന്നുമില്ല. ഇതിലിപ്പോൾ റിച്ച് ഡാഡ് പുവർ ഡാഡ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതിലുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അതിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ ട്രേഡിങ്ങിൽ അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ട്രേഡിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യുക പറയുന്നത് അത് ഉറപ്പില്ല, അത് വലിയ തുകയൊന്നും ഇടരുത്. അതിൽ നമ്മളെ സമ്പത്തിൽ 1/3 ഇടാൻ പാടുള്ളൂ. ആ 1/3 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ വലിയ പേടില്ല. അത് പോയാലും നമുക്ക് വലിയ മനസ്സിന് പ്രശ്നം ഉണ്ടാവില്ല. മറ്റേത് നമുക്ക് വിഷമം തന്നെയാണ്. ഇതാകുമ്പോൾ വിഷമവുമില്ല, പ്രയാസമില്ല. നമ്മൾ റിസ്ക് അത്യാവശ്യം നമ്മൾ എടുക്കണം എന്നില്ല. നമ്മളെ മനസ്സിൽ നമ്മളത് ഭയം വെക്കേണ്ട ആവശ്യമില്ല. റിസ്ക് 1/3 എടുത്താൽ മതി. എടുക്കണ്ടെന്നല്ല, 1/3 എടുത്താൽ മതി. നമ്മളെ സമ്പത്ത് 1 ലക്ഷം ആണെങ്കിൽ ഒരു 10,000 റുപ്യ ഇൻവെസ്റ്റ് ചെയ്യുക. അതിൽ കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക, റിസ്ക് എടുക്കുക. അത് നമ്മുടെ ഇതിനനുസരിച്ച്, നമ്മളെ ഫിനാൻഷ്യലിനനുസരിച്ച്. ഇതൊക്കെയാണ് നമ്മൾ ഈ ബുക്കിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ വ്യൂവേഴ്സ് ആയാലും ആരായാലും ചെറിയ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന 20-22 ആ ഒരു വയസ്സായ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായാലും ആരായാലും ഇതൊരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ.